നമസ്കാരം, സ്വാഗതം. ഞാൻ വിഷ്ണു അടൂർ. നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഒരു കുടുംബത്തിലെ ഒരംഗം പോലും 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്ന വിഷയത്തെ പറ്റിയാണ്. ചില സാഹചര്യങ്ങളിൽ ഒരു കുടുംബത്തിലെ ഒരംഗം പോലും 2002 SIR ഉള്ള സമയത്ത് അതിൽ ഉൾപ്പെടാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരും കാണത്തില്ല, അവരുടെ ബന്ധു എന്ന് പറയുന്ന രക്തബന്ധമുള്ള ഒരാളും SIR ലിസ്റ്റിൽ ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ളപ്പോൾ അവരെങ്ങനെയാണ് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നത്, അവർ ചെയ്യേണ്ട അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കുടുംബത്തിലുള്ള ആളുകൾ എല്ലാവരുടെ കൂടി വിദേശത്തായിരുന്നു. അവർ 2002 ആ ഒരു സമയത്തോടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തിരിച്ചു വന്നു. അപ്പോൾ ആ വരുന്ന സമയത്തുള്ള പിള്ളേരൊക്കെ ഇപ്പം വോട്ടർ പട്ടികയിലുണ്ട്. പക്ഷേ 2002 സമയത്ത് അവരുമില്ല, അവരുടെ പേരൻസും ഇല്ല. അങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ പോലും 2002 SIR ലിസ്റ്റിൽ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്യൂമറേഷൻ ഫോമിൻ്റെ മുകൾ വശത്തെ ഒരു പാർട്ട് മാത്രം പൂരിപ്പിച്ചാൽ മതി. താഴെ കാണുന്ന 2 പാർട്ടുകളും പൂരിപ്പിക്കേണ്ട ആവശ്യകതയില്ല. അത്രയും പൂരിപ്പിച്ചുകൊണ്ട് ഒപ്പുവിട്ട് നമ്മളത് BLOയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ SIR ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കുന്നതെന്ന വിഷയത്തെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കൂടെ കാണുക. അതിനുശേഷം ആ മുകൾ വശത്ത് ഞാനിപ്പോൾ ഗ്രീൻ കളറിൽ കാണിക്കുന്ന ആ ഒരു പാർട്ട് മാത്രം പൂരിപ്പിക്കുക. താഴെയുടെ 2 പാർട്ട് നിങ്ങൾ പൂരിപ്പിക്കേണ്ട ആവശ്യകതയില്ല. അതിനുശേഷം താഴെ ഒപ്പുവിട്ട് ആ ഒരു ഫോം BLOയെ ഏൽപ്പിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു ഹിയറിങ്ങിന് വേണ്ടി അടുത്തായിട്ട് വിളിക്കും. അങ്ങനെ വിളിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള 13 രേഖകളുണ്ട്. ഈ 13 രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖയുമായിട്ട് നമ്മൾ പോവുക. പ്രത്യേകം ഓർക്കുക, ഈ 13 രേഖകളും ഒന്നിച്ച് വേണമെന്നല്ല പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരു രേഖയെങ്കിലും നമ്മുടെ കൈവശം ഉണ്ടായാൽ മതി. ഒന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ജനന സർട്ടിഫിക്കറ്റ് ആണ്, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പാസ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു ഔദ്യോഗിക രേഖയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ രേഖ എന്താണ്? ബർത്ത് സർട്ടിഫിക്കറ്റ്. രണ്ടാമതുള്ളത് പാസ്പോർട്ട്. അടുത്ത മൂന്നാമത്തെ രേഖ എന്താണെന്ന് നോക്കാം. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു അംഗീകൃത ബോർഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ്, SSLCയുടെ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. അതൊരു അംഗീകൃത ബോർഡാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഹയർ എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റ്. പ്രത്യേകം ഓർക്കുക, അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അംഗീകൃതമായിട്ടുള്ള ഒരു ബോർഡിൽ നിന്നോ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ SSLCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കും. നാലാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇഷ്യൂഡ് ഐഡന്റിറ്റി കാർഡാണ്. അല്ലെന്നുണ്ടെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡറാണ്. ഇതൊക്കെ ആർക്കാണ് ഉള്ളത്? സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ കാണുന്ന ഡോക്യുമെന്റ് ആണ്. ഇതാണെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. 5ാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് 1987 മുൻപ് ലഭിച്ചിട്ടുള്ളതായിരിക്കണം. അടുത്തത് 6ാമത്തെ ഡോക്യുമെന്റ് ആണ് പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ സ്റ്റേറ്റ് അതോറിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ അതും ഒരു രേഖയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അംഗീകൃതമായിട്ടുള്ള അടുത്ത 7ാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഇതെല്ലാവരുടെയും കൈവശമുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഈ ആദിവാസി പോലുള്ള ആളുകൾ, വനമേഖലയിൽ താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇത് കാണത്തുള്ളൂ. വനഭൂമി പതിച്ചു നൽകി അവിടെ വീടൊക്കെ കിട്ടി താമസിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വനത്തിൽ താമസിക്കുന്ന ആളുകളുണ്ട്, വനത്തിലെ വിഭവങ്ങളൊക്കെ ശേഖരിച്ച് അത് വിറ്റ് ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അവർക്ക് ഇത് ഉപയോഗിച്ചാൽ മതി. ഫോറസ്റ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് സംഭവമുണ്ട്. അത് കൈവശമുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ട് 8ാമത്തെ ഡോക്യുമെന്റ് ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നമ്മുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾക്ക് സമർപ്പിക്കാവുന്ന അടുത്തൊരു രേഖയാണ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസന്റെ ഡോക്യുമെന്റ്, അതായത് NRC എന്ന് പറയും. അതിവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പറയേണ്ട. അടുത്തതാണ് ഫാമിലി രജിസ്റ്റർ. ലോക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള ഫാമിലി രജിസ്റ്റർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതും നമുക്കിവിടെ ഇല്ല, അതിനെപ്പറ്റി നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ കാണുന്നതാണ് ലാൻഡ് ഓർ ഹൗസ് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ്. നമുക്ക് വസ്തു വാങ്ങുമ്പോൾ നമ്മൾ പ്രമാണം ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പ്രമാണം ചെയ്യും. അങ്ങനെയുള്ള ആ ഒരു ഡോക്യുമെന്റ് വേണേൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു ഡോക്യുമെന്റ് കൂടെ ഉണ്ട്, 13ാമത്തെ ഡോക്യുമെന്റ് ആണ്. അതൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ആധാർ കാർഡ്. അപ്പോൾ ആധാർ കാർഡ് കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കും.